നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് വരികയാണ്. ഓരോ രാശിക്കൂറുകാർക്കും കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഓരോ ഗ്രഹങ്ങളുടെയും അതാത് ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകം 12 വീഡിയോകളായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതിൽ ഗ്രഹങ്ങളുടെ ഫലവും ഒക്കെ പറഞ്ഞുകൊണ്ട് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. ഏകോപിപ്പിച്ചുള്ള ഫലങ്ങൾ പ്രത്യേകമായിട്ടും അതിനകത്ത് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ജനങ്ങൾക്ക് ഓരോ നക്ഷത്രക്കാർക്കും അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ എന്നുള്ള നിരവധിയായിട്ടുള്ള സംശയങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകമുള്ള നക്ഷത്ര ഫലത്തെ, പുതുവർഷത്തിലെ ഫലത്തെ അവതരിപ്പിക്കുകയാണ്. കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് പ്രതിപാദിക്കുക. കാരണം 2025 ജനുവരി മുതലുള്ള ഫലം പിന്നീട് വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ 5 മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഫലത്തെ പറഞ്ഞു പോകാം. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകമുള്ള ഫലങ്ങളാണ് പറയുന്നത്. 27 വീഡിയോകളിലാക്കി നമുക്കത് അവതരിപ്പിക്കാം. ഇന്ന് നമുക്ക് ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ട് എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിചയപ്പെടാം. അശ്വതി നക്ഷത്രക്കാർ കേതുർ ദശയിലാണ് ജനിക്കുക. ഏകദേശം 7 വർഷമാണ് കേതുർ ദശ. എന്നിരുന്നാലും ഏകദേശം പകുതി കിട്ടും എന്ന് കണക്ക് കൂട്ടുക. ഏകദേശം 3 വർഷം കേതുർ ദശ ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിനുശേഷം വരുന്ന ശുക്രദശ 23 വയസ്സ് വരെ ഉണ്ടാകും. അവിടെ മുതൽ ആദിത്യദശയാണ്. 29 വയസ്സ് വരെ ആദിത്യദശാകാലം ഉണ്ടാകും. അതിനുശേഷം 39 വയസ്സ് വരെ, അതായത് 10 വർഷക്കാലം ചന്ദ്രദശ ഉണ്ടാകും. അതിനുശേഷം 7 വർഷക്കാലം ചൊവ്വാദശ ഏകദേശം 46 വയസ്സ് വരെ ഉണ്ടാകും. അതിനുശേഷം 18 വർഷക്കാലം രാഹുർദശയാണ്. അത് ഏകദേശം 64 വയസ്സ് വരെ ഉണ്ടാകും. അതിനുശേഷം വ്യാഴദശയാണ്. അത് ഏകദേശം 80 വയസ്സ് വരെ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടാം. പൊതുവെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുക്രദശയും ചന്ദ്രദശയും രാഹുർദശയും അനുകൂല ദശാകാലങ്ങളാണ്. വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ വ്യാഴദശയും അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കും. അവരവരുടെ ദശാകാലവും കൂടി അടിസ്ഥാനപ്പെടുത്തി വേണം ഈ ഫലങ്ങളെ നിങ്ങൾ കാണുവാനായിട്ട്. ദശാകാലം നല്ലതാണെങ്കിൽ ഈ ഫലങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഗുണഫലം ലഭിക്കും. ദശാകാലം മോശമാണെങ്കിൽ ഫലങ്ങൾക്ക് കുറവ് വരുന്നതാണ്. അനുകൂല ഫലങ്ങൾക്ക് കുറവ് വരുന്നതും ദോഷഫലങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതുമാണ്. നമുക്ക് അശ്വതിക്കാരുടെ പൊതുവായിട്ടുള്ള പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് പുതുവർഷം നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. പൊതുവെ നല്ല യോഗപ്രദമായിട്ടുള്ള ഒരു വർഷമായിട്ട് തന്നെ അശ്വതിക്കാർക്ക് പറയേണ്ടതാണ്. എല്ലാ വിധത്തിലുള്ള കർമ്മങ്ങൾക്ക് വേഗത കൂടുന്ന സമയമാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആകുന്ന സമയമാണ് എന്ന് പറയാം. തൊഴിൽപരമായിട്ട് ഉയർച്ചകൾ ഉണ്ടാകും എന്നർത്ഥം. ബിസിനസ്സുകാരൊക്കെ കൂടുതൽ ബിസിനസ് വിപുലീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും പുതിയ ബിസിനസ് മേഖലകളൊക്കെ ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ്. മെഡിക്കൽ രംഗത്തൊക്കെ ഉള്ളവർക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പുതിയ മേഖലകൾ തുറക്കാനും ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ അനുകൂല വർഷമാണ്. വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നഷ്ടസാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറേണ്ടതാണ്. അതായത് റിസ്ക് എടുക്കേണ്ട എന്നർത്ഥം. കായിക രംഗത്തുള്ളവർക്കും കൊല്ലവർഷം 1200 ആണ്ട് ഗുണപരമാണ്. മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നവർക്കും അനുകൂലമാണ്. സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന ആളുകൾക്കും അനുകൂല സമയമാണ്. സിനിമ, സീരിയൽ പോലെയുള്ള രംഗങ്ങളിലൊക്കെ ഉള്ളവർ പ്രവർത്തിക്കുന്നവർക്കും പുതുവർഷം അനുകൂലമായിരിക്കും. അശ്വതിക്കാർക്ക് പൊതുവെ നല്ല സമയമാണ് എന്ന് തന്നെ പറയാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും കൊല്ലവർഷം 1200 അനുകൂലം തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് അഭിനയം, കല, സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക്, വിശേഷാൽ സ്ത്രീകൾക്ക് നല്ല അനുകൂല സമയമാണ്. അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ്. മറ്റുള്ളവരിൽ നിന്ന് നല്ല പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നതാണ്. അതുവഴി അവർക്ക് പഠനകാര്യത്തിലും തൊഴിൽ കാര്യത്തിലും ഒക്കെ മുന്നേറാനും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ശുക്രദശയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 5ാം ഭാവാധിപനാണ് സൂര്യൻ. ഇത്രയും കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.